Hi friends, welcome back. Now I am discussing the topic Processing Device Part 1. So previous lecture നമ്മൾ ഹാർഡ്വെയറിൻ്റെ കമ്പോണൻസ് കണ്ടു. ആ 5 കമ്പോണൻസിലും ഓരോ കമ്പോണൻസിലും വരുന്ന ഡിവൈസുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ കണ്ടു. സോ ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോസസ്സിംഗ് ഡിവൈസുകളെ പറ്റിയാണ്. സോ പ്രോസസ്സിംഗ് ഡിവൈസിൽ നമ്മൾ ഓൾറെഡി സി പി യുവിനെ പറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സി പി യുവിൻ്റെ 3 സെക്ഷൻസും, ദാറ്റ് ഇസ് കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് തേർഡ് വൺ ഇസ് മെമ്മറി ഓർ സ്റ്റോറേജ് യൂണിറ്റ്. സോ അതിനെപ്പറ്റി നമ്മൾ പറയാത്ത കുറച്ച് കാര്യങ്ങളും ആ സ്റ്റോറേജ് യൂണിറ്റിൻ്റെ കാറ്റഗറിയായ റാമും റോമിനെയും പറ്റിയാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Computer memory. A memory is just like a human brain. It is used to store data and instruction. അപ്പം നമ്മുടെ മനുഷ്യൻ്റെ ബ്രെയിൻ പോലെ തന്നെയാണ് ഈ മെമ്മറി എന്ന് പറയുന്നത്. ഡേറ്റ ഇൻസ്ട്രക്ഷനൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ദ കമ്പ്യൂട്ടർ മെമ്മറി ഈസ് ദ സ്റ്റോറേജ് സ്പേസ് ഇൻ ദ കമ്പ്യൂട്ടർ. സോ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ്, വേർ ഡേറ്റ ഈസ് ടു ബി പ്രോസസ്ഡ് ആൻഡ് ഇൻസ്ട്രക്ഷൻ റിക്വയർഡ് ഫോർ പ്രോസസ്സിങ് ആർ സ്റ്റോർഡ്. പ്രോസസ്സ് ചെയ്യാനുള്ള ഡേറ്റയെയും പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷനെയും സ്റ്റോർ ചെയ്യുന്നത് ഈ മെമ്മറിയിലാണ്. ഈ മെമ്മറിയെ നമുക്ക് 3ആയിട്ട് തിരിക്കാം: ക്യാഷ് മെമ്മറി, പ്രൈമറി മെമ്മറി ഓർ മെയിൻ മെമ്മറി, തേർഡ് വൺ സെക്കൻഡറി മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറയുമ്പം താൽക്കാലികമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന മെമ്മറിയാണ് ഈ ക്യാഷ് മെമ്മറി. അതായത് നമ്മൾ കോപ്പി ചെയ്യുന്നു, എടുക്കുന്ന, കട്ട് ചെയ്യുന്ന ഡേറ്റ, കോപ്പി ചെയ്യുന്ന ഡേറ്റ, ഇതിനെയൊക്കെ നമുക്ക് താൽക്കാലികമായി കൊണ്ട് വെക്കുന്ന ഒരു സ്പേസാണ് ക്യാഷ് മെമ്മറി. ഇനി പ്രൈമറി മെമ്മറി, മെയിൻ മെമ്മറി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൽ ബിലോങ് ചെയ്യുന്ന മെമ്മറിയാണ്. പക്ഷേ ഇത് എന്തായിരിക്കും, നമുക്ക് ഡേറ്റാസിന് പവർ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഡേറ്റ നഷ്ടപ്പെടും, വോളറ്റൈലാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രൈമറി മെമ്മറി ഓർ മെയിൻ മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ നിർബന്ധമായിട്ടും വേണമെന്നൊന്നുമില്ല, പക്ഷേ ഇത് സെക്കൻഡറി ആയിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന മെമ്മറിയാണ്. ഇത് നോൺ വോളറ്റൈലാണ്, നമുക്കങ്ങനെ നഷ്ടപ്പെടുത്തുമൊന്നുമില്ല ഇൻഫർമേഷൻ. സോ നമ്മൾ ഈ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ദ സ്റ്റോറേജ് യൂണിറ്റ് ഓർ മെയിൻ മെമ്മറി, or other words it's called primary memory. The primary memory holds only those data and instructions on which the computer is currently working. സോ ഇപ്പം കമ്പ്യൂട്ടർ കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടിരിക്കുന്നുള്ള ഡേറ്റ ഇൻസ്ട്രക്ഷനെയാണ് എപ്പോഴും പ്രൈമറി മെമ്മറി ഹോൾഡ് ചെയ്യുന്നത്. It has a limited capacity and data is lost when power is switched off. സോ ഈ പ്രൈമറി മെമ്മറി ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. പവർ ഓഫ് ആയി കഴിഞ്ഞാൽ ഈ ഡേറ്റ നമുക്ക് ലോസ് ആവും. സോ ഇതൊരു ലിമിറ്റഡ് കപ്പാസിറ്റിയേ ഉള്ളൂ. ഇറ്റ് ഈസ് ജനറലി മെയ്ഡ് അപ്പ് ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസ്. കാരണം ഇതൊരു സെമി കണ്ടക്ടർ ഡിവൈസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദീസ് മെമ്മറീസ് ആർ നോട്ട് ആസ് ഫാസ്റ്റ് ആസ് രജിസ്റ്റേഴ്സ്. സോ രജിസ്റ്റേഴ്സിനെ പോലെ ഈ മെമ്മറീസ് അത്ര ഫാസ്റ്റ് അല്ല. സോ ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ റിക്വയർഡ് ടു ബി പ്രോസസ് റിസൈഡ്സ് ഇൻ ദ മെയിൻ മെമ്മറി. സോ അതുകൊണ്ട് തന്നെ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ, നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ ഇൻസ്ട്രക്ഷനെയും മാത്രമാണ് എപ്പോഴും പ്രൈമറി മെമ്മറിയിൽ നമ്മൾ കീപ്പ് ചെയ്യാറ്. സോ ഈ പ്രൈമറി മെമ്മറിയെ നമുക്ക് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം: RAM ആൻഡ് ROM, ദാറ്റ് ഇസ് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഒൺലി മെമ്മറി. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ മെമ്മറി. സോ ദീസ് ആർ സെമി കണ്ടക്ടർ മെമ്മറീസ് known as main memory, usually volatile memory. Data is lost in case of power is switched off. It is working memory of the computer, faster than secondary memories. A computer cannot run without the primary memory. സോ നെക്സ്റ്റ് വൺ ഇസ് സെക്കൻഡറി മെമ്മറി. സോ നമുക്ക് മെമ്മറിയെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. സോ സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു എക്സ്റ്റേണൽ മെമ്മറിയാണ്, നോൺ വോളറ്റൈലാണ്. അതായത് പ്രൈമറി മെമ്മറി വോളറ്റൈലായിരുന്നു, നമുക്ക് പവർ ലോസായ ഡേറ്റ നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നോൺ വോളറ്റൈലാണ്, അങ്ങനെ ടെമ്പററി ആയിട്ട് പോകത്തില്ല. പക്ഷേ ഇത് മെയിൻ മെമ്മറിയെക്കാട്ടും കുറച്ചുകൂടി സ്ലോ ആണ്. ദീസ് ആർ യൂസ് ഫോർ സ്റ്റോറിങ് ഡേറ്റ ഇൻഫർമേഷൻ പെർമനൻ്റ്ലി. സ്ഥിരമായ ഡേറ്റ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്. സോ ഒരിക്കലും സി പി യു ഡയറക്റ്റായിട്ട് ഈ മെമ്മറിയെ ആക്സസ് ചെയ്യത്തില്ല. പകരം എന്താണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റുട്ടീൻസ് വഴിയാണ് ഇവരെ ആക്സസ് ചെയ്യുന്നത് സി പി യു. ദ കണ്ടൻറ് ഓഫ് സെക്കൻഡറി മെമ്മറീസ് ആർ ഫസ്റ്റ് ട്രാൻസ്ഫർ ടു ദ മെയിൻ മെമ്മറി ആൻഡ് ദെൻ ദ സി പി യു ക്യാൻ ആക്സസ് ഇറ്റ്. അതായത് എപ്പോഴും സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റ് സി പി യു ഇത് ആക്സസ് ചെയ്യത്തില്ല. ആദ്യം ഈ സെക്കൻഡറി മെമ്മറിയുള്ള ഐറ്റത്തെ പ്രൈമറി മെമ്മറിയിൽ കൊണ്ടുവെക്കും, അതിനുശേഷം സി പി യു അവിടെ നിന്നും ഇതിനെ ആക്സസ് ചെയ്യും. സോ ഇതാണ് എൻ്റെ ഒരു റൂട്ടീൻ. സോ ഈ സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിളാണ് CD ROM DVD അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം.
എക്സ്റ്റേണൽ മെമ്മറീസിൽ വരുന്നതല്ല. സോ ഈ സെക്കൻഡറി മെമ്മറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ആണ്, ഒപ്റ്റിക്കൽ മെമ്മറിയാണ്, മെമ്മറിയുടെ ബാക്കപ്പ് ഉണ്ട്, അത് നോൺ വോളറ്റൈലാണ്, ഡേറ്റ പെർമനൻ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈവൻ ഇഫ് പവർ സ്വിച്ച്ഡ് ഓഫ്, പവർ പോയാലും ഡേറ്റ സൂക്ഷിക്കപ്പെടും. കമ്പ്യൂട്ടറിൻ്റെ ഡേറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി മെമ്മറി ഇല്ലാതെയും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാം, പക്ഷേ പ്രൈമറി മെമ്മറി നമുക്ക് അത്യാവശ്യമാണ്, കൂടിയേ തീരൂ. പ്രൈമറി മെമ്മറിയെക്കാട്ടിലും കുറച്ചുകൂടി സ്ലോ ആണ് എപ്പോഴും സെക്കൻഡറി മെമ്മറി. So these are the characteristics of secondary memory. So primary memory is divided into two subcategories, RAM and ROM, random access memory and read-only memory. So let's see random access memory, RAM. So നമുക്ക് RAM എന്താണെന്ന് നോക്കാം. Primary മെമ്മറിയുടെ കാറ്റഗറിയാണ് RAM. So RAM is an internal memory of CPU for storing data, program and program result. അപ്പം CPU-ൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയാണ് RAM എന്ന് പറയുന്നത്. ഡേറ്റയും പ്രോഗ്രാമിനെയൊക്കെ സ്റ്റോർ ചെയ്യാനും റിസൾട്ടിനെയൊക്കെ സ്റ്റോർ ചെയ്യാനും. ഇറ്റ് ഈസ് എ റീഡ് ഓർ റൈറ്റ് മെമ്മറി വിച്ച് സ്റ്റോർ ഡേറ്റ അണ്ടിൽ ദ മെഷീൻ ഇസ് വർക്കിംഗ്. ഒരു റീഡ് ഓർ റൈറ്റ് മെമ്മറിയാണ്. മെഷീൻ വർക്ക് ചെയ്യുന്ന അത്രയും സമയം ഇത് ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആസ് സൂൺ ആസ് ദ മെഷീൻ ഇസ് സ്വിച്ച്ഡ് ഓഫ്, ഡേറ്റ ഇസ് എറേസ്ഡ്. എപ്പോൾ മെഷീൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു അപ്പോൾ ഉള്ള ഡേറ്റാസൊക്കെ എന്ത് ചെയ്ത് പോകും, എറേസ് ചെയ്ത് പോകും. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് വോളറ്റൈൽ. സോ ആക്സസ് ടൈം ഇൻ RAM is independent of address. That is, each storage location inside the memory is easy to reach as other location. സോ ഈ റാമിൻ്റെ അകത്ത് ആക്സസ് ടൈം അഡ്രസ്സിനെ വെച്ച് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് മെമ്മറിക്കകത്തുള്ള സ്റ്റോറേജ് ലൊക്കേഷൻ ഉണ്ടല്ലോ, മറ്റുള്ള ലൊക്കേഷനെ അപേക്ഷിച്ച് ഇതിലേക്ക് എത്താൻ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും. ആൻഡ് ടേക്സ് ദ സെയിം എമൗണ്ട് ഓഫ് ടൈം. മറ്റുള്ളതിലേക്ക് എത്താൻ എടുക്കുന്ന അത്രയും സമയം എടുക്കത്തുള്ളൂ, പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതിലേക്ക് എത്താൻ പറ്റും. And data in the RAM can be accessed randomly, but it is very expensive. റാമിലെ ഡേറ്റയെ ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. റാം വോളറ്റൈലാണ് ഞാൻ പറഞ്ഞു. വെൻ പവർ ഓഫ്, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആകുമ്പോൾ, പവർ ഫെയിലിയർ വന്നോ അല്ലെങ്കിൽ അല്ലാതെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഉള്ള ഡേറ്റയൊക്കെ ലോസ് ആവും. സോ ആൻഡ് എ ബാക്കപ്പ് അൺഇൻറ്ററപ്റ്റബിൾ പവർ സിസ്റ്റം ഇസ് ഓഫൻ യൂസ്ഡ് വെൻ കമ്പ്യൂട്ടർ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ UPS കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നു. സോ അതൊരു പവർ ബാക്കപ്പാണ്. അപ്പോൾ നമുക്ക് പവർ പോയാലും എന്ത് ചെയ്യും, UPSൽ സിസ്റ്റം വർക്ക് ആവുകയും ഡേറ്റ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. റാം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ബോത്ത് ഇൻ ടേം ഓഫ് ഇറ്റ്സ് ഫിസിക്കൽ സൈസ് ആൻഡ് എമൗണ്ട് ഓഫ് ഡേറ്റ ഇറ്റ് ക്യാൻ ഹോൾഡ്. അതിൻ്റെ ഫിസിക്കൽ സൈസിലും റാം വളരെ ചെറുതാണ്, അതിന് ഉൾക്കൊള്ളാവുന്ന എമൗണ്ട് ഓഫ് ഡേറ്റയുടെ കാര്യത്തിലും റാം വളരെ ചെറുതാണ്. സോ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. റാം ഇസ് ഓഫ് ടു ടൈപ്സ്. റാമിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് പ്രൈമറി മെമ്മറിയിലെ രണ്ട് കാറ്റഗറി RAM ആൻഡ് ROM. അതിൽ റാമിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം, SRAM ആൻഡ് DRAM. സോ സ്റ്റാറ്റിക് റാം എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദ മെമ്മറി റിട്ടൈൻ ഇറ്റ്സ് കണ്ടൻറ്റ് ആസ് ലോങ് ആസ് പവർ ഇസ് ബീങ് സപ്ലൈഡ്. പവർ എത്ര നേരത്തേക്കുണ്ടോ അത്രയും സമയം നമുക്ക് ഈ മെമ്മറിയിൽ കണ്ടൻസിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. However, data is lost when the power gets down due to volatile nature. അതായത് ഡേറ്റ നമുക്ക് നഷ്ടപ്പെടും എപ്പോൾ പവർ ഓഫ് ആവുകയാണെങ്കിൽ. ഓക്കെ, സോ SRAM ചിപ്സ് യൂസ് എ മെട്രിക്സ് ഓഫ് 6 ട്രാൻസിസ്റ്റർ ആൻഡ് നോ കപ്പാസിറ്റേഴ്സ്. ഇപ്പോൾ SRAMൽ യൂസ് ചെയ്യുന്നത് എന്താണ്, മെട്രിക്സ്, ഒരു 6 ട്രാൻസിസ്റ്റർ മെട്രിക്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, കപ്പാസിറ്റേഴ്സ് ഇല്ല. സോ ട്രാൻസിസ്റ്റർ ഡു നോട്ട് റിക്വയർ പവർ ടു പ്രിവെൻറ്റ് ലീക്കേജ്. ട്രാൻസിസ്റ്ററിന് ഇതിൽ പവർ അത്രയും ആവശ്യമില്ല, ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമുക്ക് അല്ലാതെ തന്നെ ഇത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്ന ഡേറ്റ. അതുകൊണ്ട് തന്നെ ഒരുപാട് പവറിൻ്റെ ആവശ്യമില്ല ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും. സോ SRAM need not be refreshed on a regular basis. സോ സ്റ്റാറ്റിക് റാം ഒരു റെഗുലർ ബേസിസിലൊന്നും റിഫ്രഷ് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. There is extra space in the matrix, hence SRAM uses more chips than DRAM for the same amount of storage space, making the manufacturing cost higher. അപ്പം മെട്രിക്സിൽ എക്സ്ട്രാ സ്പേസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ SRAM കൂടുതൽ ചിപ്സ് ഡൈനാമിക് റാമിനെക്കാട്ടിലും യൂസ് ചെയ്യും. എന്ത്, തന്നിട്ടുള്ള അതേ സ്റ്റോറേജ് സ്പേസിൽ, അല്ലെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് സ്പേസിൽ കുറേ അധികം ചിപ്സിനെ യൂസ് ചെയ്യാനായിട്ട് എന്ത് പറ്റും, SRAMന് പറ്റും, സ്റ്റാറ്റിക് റാമിന് പറ്റും. ഓക്കെ, കാര്യം എന്താണ്, മെട്രിക്സിൽ എക്സ്ട്രാ സ്പേസ് അവൈലബിൾ ആണ്.
സോ ഇതെന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, മാനുഫാക്ചറിങ് കോസ്റ്റ് കുറച്ച് കൂട്ടും. സോ സ്റ്റാറ്റിക് റാം ഇസ് ദസ് യൂസ്ഡ് ആസ് ക്യാഷ് മെമ്മറി ആൻഡ് ഹാസ് വെരി ഫാസ്റ്റ് ആക്സസ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറ്റിക് റാമിനെ നമുക്കൊരു ക്യാഷ് മെമ്മറി ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ആക്സസിങ് നടക്കും. സ്റ്റാറ്റിക് റാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലോങ് ലൈഫാണ്, ലാർജ് സൈസാണ്, എക്സ്പെൻസീവ് ആണ്, ക്യാഷ് മെമ്മറി ആയിട്ട് യൂസ് ചെയ്യും, പവർ കൺസപ്ഷൻ കൂടുതലാണ്, റിഫ്രഷിൻ്റെ ആവശ്യമില്ല, വളരെ ഫാസ്റ്റ് ആയിരിക്കും. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിക് റാം. Depending on the function performed by static RAM, it can be divided into following 3 types. സോ ഈ സ്റ്റാറ്റിക് റാമിൻ്റെ ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്കിതിനെ 3 ആയിട്ട് വീണ്ടും തിരിക്കാം. Asynchronous static RAM, burst static RAM, pipeline burst static RAM, ASRM, BSRM, PBSRAM. So asynchronous static RAM, burst static RAM, pipeline burst static RAM. So asynchronous static RAM എന്ന് പറയുമ്പോൾ it performs its operation without the use of system clock. Asynchronous ആണ്, സിസ്റ്റം ക്ലോക്കിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഇറ്റ് മേക്സ് യൂസ് ഓഫ് 3 സിഗ്നൽസ് ഫോർ വർക്കിംഗ്. ഇതിന് 3 സിഗ്നലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ചിപ്പ് സെലക്റ്റും, റൈറ്റ് എനേബിളും, ഔട്ട്പുട്ട് എനേബിളും. ചിപ്പിനെ സെലക്ട് ചെയ്യുക CS, റൈറ്റ് ഓപ്പറേഷൻ എനേബിൾ ചെയ്യുക WE, ഔട്ട്പുട്ട് എനേബിൾ ചെയ്ത് വെക്കുക OE. ഇനി ബേസ്റ്റ് സ്റ്റാറ്റിക് റാം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, സിസ്റ്റം ക്ലോക്കിൻ്റെ സഹായത്തോടുകൂടി ആയിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സിങ്ക്രണസ് സ്റ്റാറ്റിക് റാം ആണ്. ഹൈ സ്പീഡ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ബേസ്റ്റ് സ്റ്റാറ്റിക് റാം യൂസ് ചെയ്യുന്നത്. മറ്റൊന്ന് പൈപ്പ് ബേസ്റ്റ് സ്റ്റാറ്റിക് റാം. ഇത് പൈപ്പ് ലൈൻ ടെക്നോളജിയിലാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അതായത് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ട് ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ഓഫ് ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ അതിനെയാണ് പൈപ്പ് ലൈൻ ബേസ്റ്റ് സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത്. സോ റാമിൻ്റെ 2 കാറ്റഗറി സ്റ്റാറ്റിക് റാം ആണ് നമ്മൾ കണ്ടത്. അതിൻ്റെ 3 സബ് കാറ്റഗറി ഇപ്പോൾ കണ്ടു. നെക്സ്റ്റ് ഇസ് റാമിൻ്റെ സെക്കൻഡ് കാറ്റഗറി ഡൈനാമിക് റാം. ഡൈനാമിക് റാം ഇസ് അൺലൈക്ക് സ്റ്റാറ്റിക് റാം. ഇറ്റ് മസ്റ്റ് കണ്ടിന്യൂലി റിഫ്രഷ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഡേറ്റ. ഡേറ്റയെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യണം, റിഫ്രഷ് ചെയ്യണം. So this is done by placing the memory on a refresh circuit that rewrites the data several hundred times per second. So ഈ ഒരു റിഫ്രഷിങ് ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടി ഒരു റിഫ്രഷ് സർക്യൂട്ടിൽ ഈ മെമ്മറിയെ പ്ലേസ് ചെയ്യും. അതെന്ത് ചെയ്യും, റീറൈറ്റ്സ് ദ ഡേറ്റ സെവറൽ 100 ടൈംസ് പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും 100ലധികം തവണ ഈ ഡേറ്റയെ റീറൈറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ആ മെമ്മറിയെ റിഫ്രഷ് ചെയ്യാൻ പറ്റും. So dynamic RAM is used for most system memory as it is cheap and small. So dynamic RAM സിസ്റ്റം മെമ്മറിയിൽ യൂസ് ചെയ്യും. അത് വളരെ ചീപ്പും സ്മോളും ആണ്. Dynamic RAM is made up of memory cells which are composed on one capacitor and one transistor. അപ്പം ഈ ഡൈനാമിക് റാം മെമ്മറി സെൽസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എപ്പോഴും ഒരു കപ്പാസിറ്ററും ഒരു ട്രാൻസിസ്റ്ററും യൂസ് ചെയ്തിട്ടാണ്. സോ ഈ ഡൈനാമിക് റാമിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഷോർട്ട് ഡേറ്റ ലൈഫ് ടൈമാണ്. ഡേറ്റ ലൈഫ് ടൈം വളരെ ചെറുതായിരിക്കും. റിഫ്രഷ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. സ്റ്റാറ്റിക് റാമിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് സ്ലോ ആണ്. റാമായിട്ട് യൂസ് ചെയ്യാം. സൈസ് ചെറുതാണ്, എക്സ്പെൻസ് കുറവാണ്, പവർ കൺസപ്ഷനും കുറവാണ്. സോ ദാറ്റ് ഈസ് ഡൈനാമിക് റാം. The dynamic RAM is divided into 4. Synchronous dynamic RAM, Rambus dynamic RAM, extended data out dynamic RAM, fast page mode dynamic RAM. So dynamic RAM നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. Synchronous dynamic RAM, that means ഒരു ക്ലോക്ക് സൈക്കിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൽ ഓപ്പറേഷൻസ് നടക്കുന്നത്. ഒരു സിങ്ക്രണൈസ് മോഡിലായിരിക്കും. ഓക്കെ, ഇൻ അസോസിയേഷൻ വിത്ത് ദ ക്ലോക്ക് സൈക്കിൾ ഓഫ് ദ പ്രോസസ്സർ ബസ്. പ്രോസസ്സർ ബസ്സിൻ്റെ ക്ലോക്ക് സൈക്കിളിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും ഇവിടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇനി റാംബസ് ഡൈനാമിക് റാം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫറിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും 800 മെഗാഹെർട്സ് ആണ്. ഓക്കെ, സോ അത്രയും സ്പീഡിൽ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആക്കുന്നുണ്ട്. എക്സ്റ്റെൻഡഡ് ഡേറ്റ ഔട്ട് ഡൈനാമിക് റാം എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫെസിലിറ്റി ടു പെർഫോം വേരിയസ് ഓപ്പറേഷൻ ഇൻ വൺ ടൈം സച്ച് എസ് റീഡിങ് റൈറ്റിംഗ്. ഒരേ സമയം കുറേ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്ന റാമാണ് എക്സ്റ്റെൻഡഡ് ഡേറ്റ ഔട്ട് റാം, ഡൈനാമിക് റാം. മറ്റൊന്ന് ഫാസ്റ്റ് പേജ് മോഡ് ഡൈനാമിക് റാം. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്കും പേജിങ്
ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ ഇസ് പെർഫോംഡ് ബൈ സെലക്ടിങ് ദ അഡ്രസ് ഓഫ് ഡേറ്റ. ഡേറ്റയുടെ അഡ്രസ്സിന് സെലക്ട് ചെയ്യുന്നത് വഴി അതിൻ്റെ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫാസ്റ്റ് പേജ് മോഡ് ഡൈനാമിക് റാം. സോ ഡൈനാമിക് റാം നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. സിങ്ക്രണസ്, റാംബസ്, എക്സ്റ്റെൻഡഡ് ഔട്ട് ഓഫ്, ഫാസ്റ്റ് പേജ് മോഡ്, ഡൈനാമിക് റാം. സോ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കണ്ടത് റാമിനെ പറ്റിയാണ്. സോ റാമിൻ്റെ കാറ്റഗറി സ്റ്റാറ്റിക് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. സ്റ്റാറ്റിക്കിൻ്റെ കാറ്റഗറി നമ്മൾ കണ്ടു, ഡൈനാമിക്കിൻ്റെയും കാറ്റഗറി കണ്ടു. സ്റ്റാറ്റിക് ആണെങ്കിൽ അസിൻക്രണസ് സ്റ്റാറ്റിക് റാം, ബേർസ്റ്റ് സ്റ്റാറ്റിക് റാം, പൈപ്പ്ലൈൻ ബേർസ്റ്റ് സ്റ്റാറ്റിക് റാം. ഇനി ഡൈനാമിക് റാം ആണെങ്കിൽ സിങ്ക്രണസ് ഡൈനാമിക് റാം, റാംബസ് ഡൈനാമിക് റാം, എക്സ്റ്റെൻഡഡ് ഡേറ്റ ഔട്ട് ഡൈനാമിക് റാം, ഫാസ്റ്റ് പേജ് മോഡ് ഡൈനാമിക് റാം. Assignment question: define RAM and its classification. Thank you.